ആ ഇരിക്കുന്ന കണ്ടില്ലേ ഞങ്ങളുടെ അഴകിയ ലൈല. എനിക്കതിൽ വലിയ ഓവർ എക്സൈറ്റഡോ സന്തോഷമൊന്നും ഇല്ല. ഒരൊറ്റ എക്സ്പ്രഷനുള്ള നടി എന്ന് പറഞ്ഞ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേരത്തെ ഇപ്പുറത്ത് അഴകിയിലെ ട്രെൻഡിങ് വന്നു. അപ്പൊ എനിക്കിത് രണ്ടും കൂടെ അങ്ങോട്ട് ബാലൻസ് ആയിട്ട് പോയി. കഥ ഇന്ന് വരെ എന്ത് സന്തോഷമാണ് തരുന്നത്? സിനിമ കണ്ടിട്ട് ഞങ്ങളൊക്കെ ഇത്രയും നാളും ഭയങ്കര ബഹുമാനത്തോടെ കണ്ടുകൊണ്ടിരുന്ന ചേച്ചി തഗ്. ഹക്കീമിലേക്ക് വരുമ്പോ ഹക്കീമിന്റെ കഥാപാത്രങ്ങളുടെ അപ്പൊ കഥ ഇതുവരെ ഇതെന്താണ് നീറ്റാണ്, ഒരു രക്ഷയില്ലല്ലോ ദൈവമേ. എന്താ പറയുന്നതിന് ഇപ്പൊ ചിരിക്കുന്ന എന്തിനാ? ഞാൻ ഹക്കീമിലേക്ക് വരുന്നപ്പോ എന്തോന്ന് കിട്ടുന്ന ചോദിച്ചപ്പോഴായിരുന്നു ഇല്ല അത്രയൊക്കെ മതി അല്ലേ. ടിക്കറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ പൈസ വേണം. അപ്പം എന്റെ അമ്മ കരയുകയും ഞാൻ മറ്റൊരു സൈഡിൽ അതായത് ഒരു ദിവസം മൊത്തം അഭിനയിച്ചിട്ട് ഭക്ഷണവും പൈസ പോലും തരാതെ ഉണ്ടായ കഥകൾ പറയും. ഭക്ഷണമൊക്കെ തരുന്നു. വിഷ്ണു ചേച്ചിയുടെ കണ്ണി പെടാതെ മാറി നടക്കായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു സ്ക്രിപ്റ്റ് കുത്തി വച്ചിരിക്കുകയാണ്, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി അതിനകത്തൊരു തേങ്ങയില്ല. വിഷ്ണുവിനൊരു കഥ പറയണ എന്നാ പോരട്ടെ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തില്ലേ. അങ്ങനെ മറ്റേ മാനിപ്പുലേറ്റ് ചെയ്താണ് എത്തിച്ചത്. ഒരു ദിവസം മൊത്തം പോസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളുടെ സംവിധായകനായിട്ട് സംസാരിക്കായിരുന്നു കൂടെ. അപ്പൊ അതൊരു ക്യാമറ ചൊപ്പി എടുക്കായിരുന്നില്ലേ? നീ ഫ്രീ അല്ലായിരുന്നു? നീ ഫ്രീ അല്ലായിരുന്നു. ഇപ്പോഴും അത് വിചാരിച്ചിട്ട് ഇപ്പോഴും കയ്യിൽ പൈസ കൊണ്ട് നടക്കും. അത് എന്റെ അമ്മയ്ക്ക് അതൊരു ട്രോമയാണ്. എനിക്ക് ഞാൻ ആ സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. നമസ്കാരം. കൈരളി ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളെപ്പോഴും കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത് കഥ ഇതുവരെ എന്നാണ്. എന്നാൽ ഇന്ന് കഥ ഇന്ന് വരെ എന്താണെന്ന് അറിയാനാണ് നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ മേതിൽ ദേവിക, അനുമോഹൻ, ഹക്കീം, നിഖില. വെൽക്കം ടു ദ ഷോ. ഞാൻ നിഖിലയുടെ പേര് ഞാൻ നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഭാവത്തിലിരിക്കുകയാണ്. ശരിക്കും ചേച്ചിയിലേക്ക് വരുന്നതിന് മുമ്പ് നിഖിലെ കുറിച്ച് ചേച്ചിക്ക് അറിയാമോ? ഏറെക്കുറെ തഗ് റാണിയാണ് ശരിക്കും. അനു ഹക്കി നമ്മൾ പണ്ടൊക്കെ ഈ അഴകിയ ലൈല എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് രംഭയായിരുന്നു ഓർമ്മ വരുന്നത്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ മലയാളികൾക്കും തമിഴർക്കും അഴകിയ ലൈല നിൽക്കുമ്പോ ആ ഇരിക്കുന്ന കണ്ടില്ലേ ഞങ്ങളുടെ അഴകിയ ലൈല. ഇവിടുത്തെ തഗ് കഴിഞ്ഞിപ്പോ തമിഴിലേക്ക് എത്തി. തമിഴ് ചാനൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്താണ് പറയാനുള്ളത് കുട്ടിക്ക്? അങ്ങനെ ചോദിച്ചാ പറയണം. എന്താന്നറിയോ, എനിക്കതിൽ വലിയ ഓവർ എക്സൈറ്റഡോ സന്തോഷമൊന്നും ഇല്ല. എന്താന്ന് വെച്ചാ ഗുരുവായൂരമ്പലം ഇറങ്ങിയല്ലോ. അപ്പൊ ഇനി ഇവിടെ ആൾക്കാർ മറ്റേ ഒരൊറ്റ എക്സ്പ്രഷനുള്ള നടി എന്ന് പറഞ്ഞ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേരത്തെ ആ നേരത്തായിരുന്നു ഇപ്പുറത്ത് അഴകിയിലെ ട്രെൻഡിങ് വന്നു. അപ്പൊ എനിക്കിത് രണ്ടും കൂടെ അങ്ങോട്ട് ബാലൻസ് ആയിട്ട് ഒരു അതിനെന്താ പറയാ ഒരു ബാലൻസിലേക്ക് വന്നു. അതെനിക്കിഷ്ടമായി. ഇപ്പൊ ചേച്ചിയുടെ ഇന്റർവ്യൂ എടുക്കുകയാണെങ്കിൽ ചേച്ചി എപ്പോഴും പറയുന്നത് എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരും അങ്ങനെയല്ല. നമ്മൾ സന്തോഷമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് നമ്മളതാണ് ചെയ്യാ തുടങ്ങുമ്പോ അങ്ങനെയാണ്. പിന്നെ കഥ ഇന്ന് വരെ എന്താണ് സന്തോഷം തരുന്നത്? എന്ത് സന്തോഷമാണ് തരുന്നത്? സിനിമ കണ്ടിട്ട് നിഖിലയുടെ ഇപ്പുറത്തിരുന്ന് ഞങ്ങളൊക്കെ ഇത്രയും നാളും ഭയങ്കര ബഹുമാനത്തോടെ കണ്ടുകൊണ്ടിരുന്ന ചേച്ചി തഗ്. ഇത് കണ്ടേജിയസ് ആണ് ചേച്ചി. ഞാനിവിടെ കരഞ്ഞിട്ടിരിക്കുമ്പോ ഒരാള് ചിരിച്ചിട്ടിരിക്കുകയാണ്. പറ ചേച്ചിക്ക് ഈ സിനിമ എന്ത് സന്തോഷമാണ് തരുന്നത്? കഥ ഇന്ന് വരെ ഇപ്പൊ തൽക്കാലം റിലീസ് ആവാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷമാണ്. റിലീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം. ഇന്ന് എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂവിന്റെ വീഡിയോ വൈറലാണ്. ഇന്റർവ്യൂ ഏതാന്ന് ഞാൻ പറയുന്നില്ല, വേറെ ചാനലല്ലേ. ബിജു മേനോനോട് ചോദിക്കണം എന്നെ ഓർമ്മയുണ്ടോ എന്നുള്ളത്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ചേട്ടൻ അങ്ങനെയല്ലേ, നമുക്ക് അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു വേൾഡിലാണ്. പിന്നെ അങ്ങനെ നമുക്ക് ഒരു ബിറ്റ്വീൻ ഷോർട്സ് ഒന്നും ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ ബേസിക്കലി ഷോർട്സിനിടയിലൊക്കെ ഡ്രസ്സ് മാറ്റുകയും ഭയങ്കര വർക്കിംഗ് ആയിരുന്നു. നമുക്ക് റിലാക്സ് ചെയ്യാൻ ഒരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വന്ന 2 മിനിറ്റ് ബിച്ചേട്ടൻ ഇങ്ങനെ ഇരിക്കും, ഞാൻ ഇങ്ങനെ പിന്നെ എനിക്ക് തോന്നുന്നു പൊതുവെ ഇറ്റ് ടേക്സ് ടൈം. എനിക്കും അത് ഇറ്റ് ടേക്സ് ടൈം. കയറി എന്ന് ഹലോ ഹൗ ആർ യു എന്ന് പറയുന്ന ഒരു ടൈപ്പ് അല്ല അദ്ദേഹം. അങ്ങനെ പക്ഷെ ഓൺ സ്ക്രീൻ നല്ല രസം എനിക്ക് തോന്നുന്നു.
ഓ, അപ്പം ബിജേടിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അനു. ശരിക്കും ഇങ്ങനെ തന്നെയാണോ ബിജേടി ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് അങ്ങനെ reserved ആണോ? വഴിയില്ല. പക്ഷെ അത് നമ്മൾ ആമ്പിള്ളേരുടെ അടുത്തൊക്കെ ബിജേട്ടും കുറെ കൂടെ ഫ്രണ്ട്ലിയാണ്. ഞാൻ അയ്യപ്പനും കോശിയുടെ ലൊക്കേഷനിൽ ആദ്യം കാണുമ്പോൾ ഒരുപാട് നാളത്തെ പരിചയമുള്ള പോലെയാണ് നമ്മുടെ അടുത്തൊക്കെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നതും പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്നതും ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊന്നും കൂടുന്നതും ഒക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. നമുക്ക് ആ ഒരു ഭയങ്കര സീനിയർ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു പേടിയോ ഒന്നും തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു ബിഹേവിയറും ഒക്കെയാണ്. അതുകൊണ്ട് ഭയങ്കര രസമാണ് ബിജുവിൻ്റെ വർക്ക് ചെയ്യാൻ. ഞാൻ വർക്ക് ചെയ്യുന്ന 3ാമത്തെ സിനിമയാണ്. വലിയ സന്തോഷം. ഈ ഹക്കീമിലേക്ക് വരുമ്പം ഹക്കീമിന്റെ ഒരു കഥാപാത്രങ്ങളുടെ അല്ല ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. ഞാൻ നോക്കിയപ്പോഴേ ചേച്ചി ചേട്ടൻ ദൈവം ഞാൻ പറയുന്നതിനകത്ത് ഇതിൽ പ്രശ്നമുണ്ടോ? ഹക്കീമിലേക്ക് വരുമ്പോ ഹക്കീമിന്റെ കഥാപാത്രങ്ങളുടെ എന്തോ ആ ചോദ്യം ഹക്കീമിന്റെ കഥാപാത്രങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഭയങ്കര രസമാണ്. അതായത് സ്ലോ ആയിട്ട് വന്നിട്ടൊരു ഹൈപ്പിലേക്ക് പോകുന്ന പോലെയാണ്. അപ്പൊ കഥ ഇതുവരെ ഇതെന്താണ് നീട്ടുണ്ട് ഒരു രക്ഷയില്ലല്ലോ ദൈവമേ. എന്താ പറയുന്നതിന് ഇപ്പൊ ചിരിക്കുന്നത് എന്തിനാ? അല്ല, ഞാൻ ഹക്കീമിലേക്ക് വരുന്നപ്പോ എന്തോന്ന് കിട്ടുമെന്ന് ചോദിച്ചപ്പോഴായിരുന്നു. ഇല്ല, അത്രയൊക്കെ മതി അല്ലേ? അപ്പൊ ഈ കഥ ഇതുവരെയുടെ കഥയുമായിട്ട് വിഷ്ണു വരുമ്പം എന്തായിരുന്നു കഥ ഇതുവരെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്തായിരുന്നു? ഉള്ളത് പറയണം. വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എടുത്തു. സെലക്ട് ചെയ്തതല്ല സത്യമായിട്ട്. അതെ, ആ music ഇട്ടിട്ട് വേറെ പണിയില്ലാത്തോണ്ട് വിഷ്ണു എന്നോട് പുറത്ത് നിന്നിട്ട് ഞങ്ങൾ ഇന്റർവ്യൂവിന് മുന്നേ സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ പ്രണയവിലാസം കണ്ടിട്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഹക്കീമിന്റെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എനിക്ക് ഈ കഥാപാത്രം വന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞ വിഷ്ണു കേൾക്കേണ്ടതാണ്. വിഷ്ണു എന്നെ വിളിക്കുന്നത് പ്രണയവിലാസം കണ്ടിട്ടാണ്. അതെ, ഞാനിത് എടുക്കാനുള്ള കാരണമല്ലേ ചോദിച്ചത്. അതാ പറഞ്ഞത്. ഞാൻ ഫ്രീ ആയിരുന്നു, എനിക്ക് വേറെ കോൾസ് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. ഞാനത് 3-4 മാസം വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിഷ്ണു എനിക്ക് കഥ കൊണ്ടുവരുന്നത്. സംഭവം നല്ല സബ്ജക്റ്റ് ആണ്. എനിക്ക് ആകെ 7 ദിവസത്തെ ക്യാരക്ടറേ ഉള്ളൂ. എനിക്ക് ക്യാരക്ടറിന് പേര് പോലും ഇല്ല. എന്നിരുന്നാലും എനിക്ക് കാസ്റ്റിന്റെയും ക്രൂവിന്റെ ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞാൻ എന്തായാലും ചെയ്തു. ഞാൻ എന്റെ സ്റ്റോറിയുടെ കുറച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ. എനിക്ക് സ്ക്രിപ്റ്റ് എന്താണെന്ന് പോലും അറിയില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റ് വായിക്കുന്നത്. അതാണ് ശരിക്കും പറഞ്ഞത്. അല്ല, ഞാനത് സെലക്റ്റീവായി എൻ്റെ ക്യാരക്ടറിന് വേറൊരു ഗ്രോത്ത് കൊടുത്ത് ഞാൻ പറഞ്ഞ ആ ഒരു പ്രോസസ്സ് അല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. വേറെ പണിയില്ലായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ നമുക്കൊരു വേറെ പണിയില്ലെങ്കിൽ കൂടിയും സിനിമ എന്ന് പറയുമ്പോൾ എനിക്കറിയാം, ഞാൻ ഹക്കീമിനെ നേരത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ്. നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ കഥ ഇന്ന് വരെ ഉണ്ടാവില്ലേ? അല്ല, അതാ പറഞ്ഞത്. എനിക്ക് ടീമിനെ ഭയങ്കര പ്രോമിസിങ് ടീമാണ്. കാസ്റ്റ് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. എന്നോട് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് കാസ്റ്റ്, ഇതൊക്കെയാണ് ഇതിന്റെ രീതി, ഇതൊക്കെയാണ് പരിപാടി എന്ന് എന്നോട് പറഞ്ഞു. അത് പറഞ്ഞാൽ എനിക്ക് 7 ദിവസത്തെ വർക്കിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറും ഈ കഥയിൽ ഈ ക്യാരക്ടർ എങ്ങനെയാണ് പ്ലേസ്ഡ് ആയേക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. നിഖിലയും അനു ഒക്കെ എനിക്ക് അനുശ്രീ ഒക്കെ എനിക്ക് നേരത്തെ സുഹൃത്തുക്കളാണ്. പക്ഷെ രണ്ടുപേരെയും മേപ്പടിയാൻ ചെയ്യാൻ വിളിച്ചിട്ട് വന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് മേപ്പടിയാൻ വേണ്ടാന്ന് വെച്ചത്? ഒന്നുമില്ലായിരുന്നു അഭിനയിക്കാൻ. സത്യമായിട്ടും ആദ്യമായിട്ട് എൻ്റെ അടുത്ത് കഥ പറയാൻ വരുമ്പം മുഴുവൻ കഥ പറയുമ്പം കുട്ടി GP വരുന്നു, GP പോകുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു സ്ക്രിപ്റ്റ് കുത്തി വച്ചിരിക്കുകയാണ്, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി അതിനകത്തൊരു തേങ്ങയില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യാതിരുന്നത്. ശരിക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. അഞ്ജു ചെയ്യുമ്പോഴത്തേക്കും അതിന് കുറച്ചുകൂടെ ആ ക്യാരക്ടറിന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അവര്. എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ജീപ്പിൽ വന്ന് പോകുന്നുണ്ടായിരുന്നു. അനുശ്രീയുടെ അടുത്ത് പറയുമ്പോൾ GP വന്നതേ ഉള്ളൂ, പോയിട്ടില്ല. അപ്പം അത്ര പോലും ആ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തു. കാരണം ആ സിനിമ അതല്ലായിരുന്നു നോക്കി പോകുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കും അതങ്ങനെ എൻ്റെ ക്യാരക്ടറിന് ഇതിനകത്ത് കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ ചോദിക്കാനുള്ള സ്പേസിലല്ല ആ സിനിമ ഇരിക്കുന്നത്. അപ്പം എനിക്കത് ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത്. അപ്പം അതുകൊണ്ടാണല്ലോ ഇപ്പം അത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഞാനിത് ചെയ്യില്ലല്ലോ. അപ്പം അത് ചെയ്തിരുന്നെങ്കിൽ ഇതിൽ വിളിക്കില്ല. അതിൽ കിട്ടാത്തോണ്ടായിരിക്കും ചിലപ്പോൾ ഇതിൽ വിളിച്ചിട്ടുണ്ടാവുക. അതൊരു വാശി ഉണ്ടാവുമല്ലോ. എന്റെ അറിവിൽ അതാണ് ബേസിക്കലി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ സിനിമ കഴിഞ്ഞപ്പോൾ തൊട്ട് മേപ്പടിയാൻ കഴിഞ്ഞപ്പോൾ തൊട്ട് വിഷ്ണുവേട്ടൻ്റെതായിട്ടുള്ള വിഷ്ണുവേട്ടന് പരിചയമുള്ള ആൾക്കാരെയൊക്കെ ഞാൻ ഇവിടെ വെച്ചുകൊണ്ടാലും അവർ പറയും വിഷ്ണുവിന് വളരെ വിഷമം, എനിക്കില്ല മേപ്പടിയാനിൽ അഭിനയിക്കാനും. അപ്പം ഈ ഒരു സാധനം ഇങ്ങനെ ഫീഡ് ചെയ്ത് ഇട്ടിട്ടാണ് വിഷ്ണുവിനൊരു കഥ പറയണ്ട, എന്നാ പോരട്ടെ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തില്ലേ. അങ്ങനെ മറ്റേ മാനിപ്പുലേറ്റ് ചെയ്താണ് എത്തിച്ചത്. അപ്പം എന്തോ ഒരു പ്രത്യേകത ആ കഥാപാത്രത്തിന് ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഉണ്ട്. ഈ ക്യാരക്ടർ എനിക്ക് എൻ്റെ ഒരു അരവിന്ദൻ്റെ അതിഥികൾ ഫ്ലേവറിലുള്ള ഒരു ക്യാരക്ടറൊക്കെ ഞാൻ ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പം ആൾക്കാർക്കൊക്കെ എന്നെ ഇപ്പോഴും കാണാൻ ഇഷ്ടമുള്ളത് കുറച്ചുകൂടെ ഈ
ഹോംലി മറ്റേ അടുത്ത വീട്ടിലെ കുട്ടി, മറ്റേ അടക്കൊതുക്കുള്ള കുട്ടി ഒരു സെറ്റപ്പിൽ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഞാനത് ചെയ്തിട്ട് കുറേ നാളെ. അപ്പോൾ എനിക്ക് മറ്റേ സാധനമൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനങ്ങനെ ഫുൾ ഓൺ ലവ് സ്റ്റോറി ചെയ്തിട്ടില്ല. അപ്പം അത് വിഷ്ണു പറയുന്നത് സിനിമ എടുക്കാൻ ഇത്രയും പ്രയാസം ഉണ്ടായിരുന്നില്ല, ഇതിലേക്ക് ദേവി ചേച്ചി എത്തിക്കാനായിരുന്നു 1.5 വർഷം. ഒരുപാട് സംസാരിച്ചിരിക്കുന്നു. ഇതിന്റെ കുറെ കഥകൾ ഞാൻ കേട്ടു. 1.5 വർഷം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും റീസെന്റ് പറഞ്ഞ എന്തായിരുന്നു വിഷ്ണു? അതായത് ഏകദേശം 1.5 വർഷം സംസാരിച്ച് മാം ഓക്കെ എന്നൊന്നും പറയാത്ത ഒരു സിറ്റുവേഷനിൽ വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്നു. 4.25 മണിക്കൂർ. കുറച്ച് എക്സാജറേഷൻ 4.25 മണിക്കൂർ എന്ന് എടുത്തു പറയുകയുണ്ടായി. അപ്പം ഇതുവരെ എത്രയോ വലിയ വലിയ സംവിധായകർ സിനിമകളിലേക്ക് വിളിച്ചിട്ട് ഒന്നും വരാത്ത മേതിൽ ദേവിക എന്താണ് വിഷ്ണു എന്ത് പറഞ്ഞാണ് കഥ ഇന്നുവരെയിലേക്ക് കൊണ്ടുവന്നത്? എനിക്ക് തോന്നുന്നു കുറെ ഇവരുടെയൊക്കെ കുറെ ഭാഗങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വിഷ്ണു. അപ്പൊ എനിക്ക് അതിന്റെ കുറെ ഇതൊക്കെ കാണിച്ചു തന്നിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ പെട്ടെന്ന് കൺവിൻസ്ഡ് ആയി. എന്താ വെച്ചാൽ അതുവരെ കഥ പറഞ്ഞു തന്നാണല്ലോ, ഇവരൊരു മൊത്തത്തിലുള്ള ഒരു ലുക്കും വിഷ്വൽസും ഒക്കെ കണ്ടപ്പോഴേക്കും നമ്മൾ ആക്ച്വലി ഒരു 70% നമ്മുടെ അത്തരം സംശയങ്ങൾ അതാണ്. പിന്നെ ബാക്കിയൊക്കെ എല്ലാം ഫേവറബിളായി. അത്ര തന്നെ പറഞ്ഞു. അപ്പൊ അനുവിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ അനു ഇതുവരെ ചെയ്യാത്ത, കാരണം ട്രെയിലർ ഞാൻ കണ്ടു, അതിനകത്ത് ഒരുപാട് ചോദിക്കണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചോദിക്കാതെ പറ്റില്ലല്ലോ, കാരണം ഇതുവരെ കാണാത്ത ഒരു അനുമോഹനെയാണ് നമ്മളതിൽ കാണുക. കാരണം ത്രില്ലർ ജോണറിലൊക്കെ ചെയ്യുന്ന ഒരു അനു തികച്ചും വ്യത്യസ്തമായിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള. എങ്ങനെയായിരുന്നു അനു പറയും ഈ ഒരു കഥ ഇന്ന് വരെയിലെ ജോസഫിന്റെ വിശേഷങ്ങൾ? അത് ഈ പറയുന്ന പോലെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹിച്ചിരുന്ന ഒരു ജോണറാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ വിഷ്ണു എൻ്റെ അടുത്ത് ആദ്യം ഫോണിൽ വിളിച്ച് കഥ പറഞ്ഞപ്പോഴും സ്ക്രിപ്റ്റ് അയച്ചു തന്നപ്പോഴൊക്കെ വായിച്ചപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഞാൻ സിനിമയിൽ ചെയ്തിട്ടില്ല. ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഥ കേട്ടോടനെ ഓക്കെ പറഞ്ഞു. പിന്നെ ഈ പറയുന്ന പോലെ ടീം, നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണ് ബേജുചാൻ്റെ കൂടെ വീണ്ടും 3ാമത്തെ സിനിമ. ബാക്കി എല്ലാ ടീമും അത് ആ പറഞ്ഞ കഥ വളരെ മനോഹരമായിട്ട് നിങ്ങളിലേക്ക് എത്തും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ തന്നെയാണ് ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ചില സമയത്ത് എനിക്ക് തോന്നുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളെയൊക്കെ ഏറ്റവും ആകർഷിക്കുന്നത്, അട്രാക്ട് ചെയ്യുക. ഇപ്പോൾ ലവ് എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ആരും ഒരു ലവ് സ്റ്റോറി വന്ന് തരുമോ എന്നൊക്കെ സംശയമാണ്. ഐ ഡോണ്ട് നോ. ബട്ട് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇമോഷനാണ്. പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഒക്കെ ഇറ്റ്സ് ഈസി അല്ലേ ദാറ്റ് സെൻസ്. അപ്പോൾ അതാ പറയുന്നത്, ചില വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റോൾസ് വരുമ്പോൾ നമുക്ക് പേടിയാവും. വേറെ ഒന്നുമല്ല, മൊത്തത്തിലൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നും. ഇത് അങ്ങനെയല്ല, കേൾക്കുമ്പോൾ തന്നെ അതിന് പിന്നെ കുറേ ആൾക്കാരുണ്ട്. സോ ഇറ്റ്സ് ഫൺ അല്ലേ. ഇപ്പോൾ ചേച്ചി പറഞ്ഞില്ലേ കേൾക്കുമ്പോൾ തന്നെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളത് പേടിയാണ്. എനിക്ക് അതിശയം വന്നു, കാരണം മേതിൽ ദേവിയെ അടുത്തറിയാവുന്നവരൊക്കെ പറയുന്നത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാവുന്ന ആളെ എന്തുകൊണ്ടാണ് അങ്ങനെ പേടിപ്പിക്കുന്നത് തോന്നുന്നത്? ജീവിതത്തിൽ ഓൾറെഡി കോംപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ ചെയ്തതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് താല്പര്യം. ഒറ്റ വാക്കിലും പറഞ്ഞു വെച്ചു. അതിന്റെ ഇടയ്ക്കൂടെ കയറി ഞാൻ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ സിമ്പിൾ ആയിട്ട് കഴിയുന്നതാണ് ഇഷ്ടം. രണ്ടുപേരുടെയും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടുപേരും സിനിമ ഭയങ്കര ആഗ്രഹിച്ചിരുന്ന ആൾക്കാരല്ല. ചേച്ചിയും അതെ, നിഖിലയും അതെ. ബേസിക്കലി രണ്ടുപേരും ഡാൻസറുമാണ്. അപ്പം ഈ സിനിമയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സിനിമകൾ കഴിയുമ്പോൾ ഇനിയും സിനിമയിൽ തന്നെ തുടരാനാണോ നിഖില? അതായത് ഡാൻസ് എന്നൊരു ഇഷ്ടത്തെ, നിഖില ഒരു ഡാൻസർ കൂടിയാണല്ലോ, മാറ്റി അങ്ങനെ ഡാൻസർ എന്ന് വിളിക്കും. ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പ്രൊഫഷണലായിട്ട് അങ്ങനെ ഡാൻസറായിട്ടോ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ അതിലേക്കൊക്കെ വരാം. അതെ അതെ, അമ്മയ്ക്ക് ഡാൻസ് സ്കൂൾ ഉണ്ട്. നിങ്ങൾ ഒരു ഇന്റർവ്യൂല് പറയുകയുണ്ടായി, ഞാൻ സിനിമാ നടി ഇല്ലെങ്കിൽ അമ്മയുടെ ഡാൻസ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നേനെന്ന്. അതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ പണ്ടിപ്പം അമ്മയുടെ കൂടെ ക്ലാസ് ഒക്കെ എടുക്കുമായിരുന്നു വീട്ടിലൊക്കെ ഉള്ള സമയത്ത്. ഇപ്പം ഞാൻ ആ ഏരിയ അമ്മയുടെ ഡാൻസ് സ്കൂളിൽ എന്താ സംഭവിക്കണമെന്ന് പോലും എനിക്കറിയാൻ പറ്റില്ല. ഞാൻ പോവാറില്ല. അപ്പം എല്ലാ വർഷവും മഹാനവമിയുടെ അന്ന് മാത്രം പോയി മറ്റേ തട്ടടവ് ചവിട്ടിയിട്ട് വരുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പോഴും. എന്താ പറയുക, ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്ത് ശീലമുള്ള കാര്യം ഡാൻസിനെക്കാട്ടിലും കൂടുതൽ ഇപ്പം എനിക്ക് സിനിമയാണ്. അപ്പം എനിക്ക്
കൂടുതൽ സിനിമകൾ ചെയ്യുക എന്നുള്ളത് ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് എനിക്കിത് ഇതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെയാണ് ഇഷ്ടം. ഇപ്പം നിഖിലയുടെ റീസെന്റ് ഇറങ്ങിയ ഒരു ഇന്റർവ്യൂല് വായിച്ചതാണ് ഞാൻ. ഒരു തമിഴ്നാട്ടിലൊരു സിനിമ അഭിനയിക്കാൻ പോയിട്ട് തിരിച്ച് ട്രെയിൻ കയറുമ്പോൾ അവർ ടിക്കറ്റ് പോലും എടുത്തു തരാതെ അമ്മ ബാഗിൽ നിന്ന് ചില്ലറ എണ്ണി വിഷമിക്കുന്ന ഒരു ഇതുണ്ടായി എന്നുള്ളത്. അപ്പം ഇന്നും നമ്മള് ഇന്ന് നിഖില പറയുന്നിടത്ത് ചില കാര്യങ്ങളില്ല, അത് നിങ്ങൾ വായിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ കുറച്ച് ഇമോഷണലി അവർ എഴുതിയിരിക്കുന്നതാണ്. മീൻസ് അങ്ങനെ അതൊരു കഷ്ടമുള്ളൊരവസ്ഥയാണ്. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്കും അമ്മയ്ക്കും പക്ഷെ ഞങ്ങളെന്താ വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, നമ്മളത് അവിടെ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് ഇതായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന പോലെ ഇവർ ടിക്കറ്റ് എടുത്ത് തന്നിട്ടുണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിൽ കയറി കഴിയുമ്പോഴാണ് ഈ ടിക്കറ്റ് കൺഫേംഡ് അല്ല എന്നുള്ളത് നമ്മൾ അറിയണേ. അപ്പം ടിക്കറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ പൈസ വേണം. അപ്പം എൻ്റെ അമ്മ കരയുകയും ഞാൻ മറ്റൊരു സൈഡിൽ കാരണം അപ്പം നമുക്ക് ഇതിന്റെ ഒരു വിഷമം അറിയില്ലല്ലോ. ഇപ്പൊ ആലോചിക്കുമ്പോഴാണല്ലോ. അന്നിപ്പോ മറ്റേ അമ്മ ഞാനും കൂടെ മറ്റേ എന്റെ പേഴ്സന്ന് മറ്റേ അവസാനം 10 രൂപ കൊടുക്കില്ലേ, അങ്ങനെ ഒരു 2000 സംതിങ് രൂപ അങ്ങനെ ഒരു സാധനം അങ്ങനെയാണ് അത്. ഇപ്പം മറ്റേ ആദ്യം അവർ എഴുതി വന്നപ്പോ മറ്റേ സാധനമായിരുന്നു, മറ്റേ നാട്ടുകാർ ടിക്കറ്റ് എടുത്ത് തന്നൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞു നാട്ടുകാർ ടിക്കറ്റ് എടുത്ത് തന്നിട്ടില്ല, ഞങ്ങൾ തന്നെയാണ് എടുത്തത്. പക്ഷെ പറഞ്ഞാൽ പൈസ മീൻസ് നമ്മൾ പല കാര്യങ്ങളും ആ സമയത്ത് ചെയ്യുമല്ലോ. അപ്പം ഈ കാർഡ് സിസ്റ്റം ഒന്നും ഇല്ലല്ലോ, ഗൂഗിൾ പേ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം കയ്യിലെ പൈസ അപ്പം എൻ്റെ അമ്മ ഇപ്പോഴും അത് വിചാരിച്ചിട്ട് ഇപ്പോഴും കയ്യിൽ പൈസ കൊണ്ട് നടക്കും. അത് എൻ്റെ അമ്മയ്ക്ക് അതൊരു ട്രോമയാണ്. എനിക്കതങ്ങനെ അല്ല, തമാശയല്ല. പിന്നെ ഇപ്പൊ നേരത്തെ ഞാൻ കരഞ്ഞപ്പോ പറയാണ് എനിക്ക് കരയുന്നവരെ ആശ്വസിപ്പിക്കാൻ അറിയില്ല. പ്രത്യേകിച്ച് എന്റെ അമ്മ കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും ആശ്വസിപ്പിക്കില്ല. എന്റെ അമ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്മ കരഞ്ഞിട്ട് അമ്മ അടുത്ത സെക്കൻഡിൽ അമ്മ ഉറങ്ങിപ്പോവും. കരഞ്ഞിട്ട് അമ്മ ഉറങ്ങും. രാത്രിയൊക്കെ കിടക്കുമ്പോഴേ അമ്മ ഉറങ്ങും. അപ്പൊ എന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ കരഞ്ഞിട്ട് അമ്മ ഉറങ്ങുമല്ലോ. അപ്പൊ എനിക്ക് ഈ അമ്മ പറഞ്ഞ അപ്പോഴായിരിക്കും ഞാൻ ആലോചിച്ച് തുടങ്ങണേ. അപ്പൊ ഞാൻ എന്നിട്ട് രാത്രി കിടന്ന് കാര്യം ഞാൻ ആലോചിക്കും അമ്മ നല്ല ഉറങ്ങി എനിക്ക് ഇതിന്റെ കേടാണ് ഇപ്പൊ. അപ്പൊ ഞാൻ അങ്ങനെ ആ സമയത്ത് നമ്മൾ ആ കോൺവെർസേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെയാണ് അത് പ്രോസസ് ചെയ്യുക. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ചോദിക്കാൻ വന്ന ചോദ്യം എല്ലാം പോയിട്ട് വേറെ ഇതായിട്ടുണ്ട്. ഹക്കീം ആണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഈ രാത്രി 10 മണിക്കല്ലേ. ഹക്കീം, ഞാൻ ചോദിക്കാൻ വന്നതിനകത്ത് ഇപ്പോഴും ഈ സ്ട്രഗ്ലിംഗ് പീരീഡ് നമുക്ക് അതായത് സിനിമയിൽ ഉണ്ട് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യം ഞാൻ അങ്ങോട്ട് തന്നെ പറയും. സിനിമ അത്രമേൽ ഇഷ്ടപ്പെട്ടു വന്ന ആളാണ്. കാരണം എനിക്ക് ഹക്കീമിന്റെ ചില കഥകൾ പറയാം. അതായത് ഒരു ദിവസം മൊത്തം അഭിനയിച്ചിട്ട് ഭക്ഷണവും ഇതെല്ലാം നമുക്ക് പൈസ പോലും തരാതെ ഉണ്ടായ കഥകൾ പറയും. അപ്പൊ ഇപ്പോഴും ആ സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയാണോ? ഭക്ഷണമൊക്കെ തരുന്നു. പോയടോ എന്താ ചോദിച്ചാൽ കൊച്ചിരുന്ന് അല്ല, ഇത് ഓരോ സ്റ്റേജിൽ ഓരോ സ്ട്രഗിൾ പോകണം. ഇപ്പോഴത്തെ സ്ട്രഗിൾ വേറെയാണ്. നല്ല ക്യാരക്ടർ, നല്ല കണ്ടന്റ്, നല്ല വർക്ക്, നല്ല ടീമിന്റെ കൂടെ സഹകരിക്കാൻ പറ്റുക, കൊളാബറേറ്റ് ചെയ്യുക, അങ്ങനത്തെ സ്ട്രഗിളാണ്. നല്ലൊരു പ്രൊജക്ടിന്റെ ഭാഗമാണുള്ള സ്ട്രഗിൾ. അത് പറയുമ്പോഴല്ല, നല്ല സ്ട്രഗിൾ അത് ശരിക്കും പറഞ്ഞാൽ അനുവിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ്. കാരണം ഇവരൊന്നും ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വന്നവരാണ്. അപ്പൊ അനു പക്ഷെ അങ്ങനെയല്ല. അനു ജനിക്കുമ്പോഴേ വീട്ടിലെ സിനിമ നടനും നടിയും അമ്മയും എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ തന്നെ ആയിരിക്കുമോ? ആദ്യത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റുമെന്നതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നില്ല ഭയങ്കര ഈസി ആണെന്നുള്ളത്. ഞാൻ ആദ്യം ചട്ടമ്പിനാട് ചെയ്യുന്നതും ഓർക്കുട്ട് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നതും ഈ പറയുന്ന ഇന്ന ഫാമിലിയിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കാം. അത് തീവ്രം മുതൽ ഞാൻ എന്നത് വേണം ഞാൻ ആഗ്രഹിച്ചു തുടങ്ങി അന്ന് മുതൽ സ്ട്രഗിൾസാണ്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് എന്നിലേക്ക് വന്ന് ഞാൻ ആ ചെറുപ്രായത്തിൽ ചെയ്തു പോയി എന്നുള്ളതാണ്. അപ്പം ഞാൻ ജോലി റിസൈൻ ചെയ്ത് തീവ്രം സിനിമ ചെയ്യുമ്പോഴാണ്. അപ്പം ജോലി റിസൈൻ ചെയ്ത് ഞാനിത് സീരിയസ് ആയിട്ട് എടുത്ത സമയം മുതൽ എനിക്ക് സ്ട്രഗിൾസാണ്. ഹക്കീം പറഞ്ഞ പോലെ നല്ല നല്ല പ്രൊജക്റ്റുകളുടെ ഭാഗമാവുക, നല്ല കഥകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ കുറേ ആഗ്രഹിച്ച് അതിൻ്റെ പുറകെ നടന്ന് ഒക്കെ കുറേ ആൾക്കാരെ കണ്ട് ഒക്കെ കഴിയുമ്പോഴാണ് കിട്ടുന്നത്. സിനിമയെ കേരളേക്കാളും ബുദ്ധിമുട്ട് സസ്റ്റെയിൻ ചെയ്യാൻ. പിന്നെ എല്ലാ ഫീൽഡിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. എല്ലാത്തിലും കൺസിസ്റ്റൻസി എന്ന് പറയുന്നതാണ് മെയിൻ. ഇപ്പൊ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 2 തരം സിനിമ റിവ്യൂസ് ഉണ്ട്. ഒന്ന് തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമ റിവ്യൂസ്, അത് കഴിഞ്ഞ് OTT-യിലേക്ക് സിനിമ എത്തുമ്പോൾ വേറൊരു തരം അഭിപ്രായം. ഇപ്പൊ നിഖിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലനടയിൽ തിയേറ്ററിൽ എല്ലാവരും ഭയങ്കരമായിട്ട് കാണുകയും വിജയമാവുകയും ചെയ്ത ഒരു സിനിമ
OTT-യിലേക്ക് വരുമ്പോൾ വിമർശിക്കപ്പെടുകയും ഒപ്പം തന്നെ ഇപ്പൊ നേരത്തെ നിഖില തന്നെ പറഞ്ഞു നിഖിലയുടെ ഭാവത്തെക്കുറിച്ച്, ഇത് എങ്ങനെയാണ് ഒരു സിനിമയിൽ അങ്ങനെ തോന്നിയിട്ടില്ല, അതിന്റെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ലേ ശരിക്കും പറഞ്ഞാൽ ആ ഒരു 2 തരം റിവ്യൂയിലൂടെ കടന്നു? രണ്ടാമത്തെ റിവ്യൂ നമുക്ക് മാറ്റർ അല്ല, ബിക്കോസ് ആദ്യത്തെ റിവ്യൂ ആണ് നമുക്ക് മാറ്റർ. എപ്പോഴും സിനിമ ഇറങ്ങുമ്പോഴും ആ സിനിമ തിയേറ്ററിൽ ഓടി സക്സസ് ആയി OTT ബിസിനസ് നടന്നിട്ടാണ് അത് OTT-യിൽ വരുന്നത്. പിന്നെ പ്രൊഡ്യൂസർക്ക് ലാഭമാവുക എന്ന് പറയുന്നതാണ് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ആ സിനിമ ഇപ്പം ഗുരുവായൂർ അമ്പലനടയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമ ഒരു തിയേറ്റർ സക്സസ് ആയിരുന്നു. നമ്മളതിൻ്റെ ഏറ്റവും റീസെൻ്റ്ലി സക്സസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ആ സിനിമ ശരിക്കും ആൾക്കാർ കണ്ട് എൻജോയ് ചെയ്ത് തിയേറ്ററിൽ ഫാമിലി ഓഡിയൻസ് ഒക്കെ വന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ട് റിലീസായി സക്സസ് ആയി പോയൊരു സിനിമയാണ്. അപ്പോഴും ഈ സിനിമയ്ക്ക് 2 വശമുണ്ട്, ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷെ എന്നാലും ആൾക്കാർ അത് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. ആ സിനിമ പ്രൊഡ്യൂസർക്ക് ലാഭമാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ റിവ്യൂ ആക്ച്വലി മീൻസ് ഒരു പ്രൊഡക്ഷൻ എന്നുള്ള ബേസിസിലെടുക്കുമ്പോൾ അവർക്കത് മാറ്റർ അല്ല. ബിക്കോസ് അവരെ സംബന്ധിച്ച് അത് അവർക്ക് പിന്നെ സേഫ് സ്പേസിൽ നിന്ന് വരുന്നൊരു റിവ്യൂ ആണ്. അത് മാറ്റർ ആവുന്നത് ഒരു ആക്ടർക്കും അല്ലെങ്കിൽ ഒരു ഡയറക്ടർക്കും ഒക്കെയാണ്. നമ്മളത് റിവ്യൂ വായിക്കുമ്പോൾ അപ്പോഴും പ്രൊഡ്യൂസർ സേഫാണ്, ഡയറക്ടർ ആ സിനിമ കൊണ്ട് അടുത്ത സിനിമ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ്. പക്ഷേ ഇതിനൊരു മറുവശവും കൂടെ അല്ലേ ആദ്യം? കാരണം അതായത് ചില നല്ല സിനിമകൾ ഇപ്പൊ തിയേറ്ററിൽ പരാജയപ്പെടുകയും OTT-യിൽ വരുമ്പം ഭയങ്കരമായിട്ട് അഭിപ്രായം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നാറില്ലേ ശരിക്കും പറഞ്ഞാൽ? അല്ല, സത്യം പറഞ്ഞാൽ ഇത് ഒരു പടം ഓടിയാലേ നായക നടനും ആർക്കാണെങ്കിലും നിലനിൽപ്പുള്ളൂ. രണ്ടാമതൊരു പടത്തിൽ അയാളുടെ സാറ്റലൈറ്റ് റേറ്റ്, അയാളുടെ OTT റേറ്റ്, ഓഡിയൻസിനുള്ള അയാളുടെ സ്വീകാര്യത എല്ലാം ഒരു പടം ഓടിയാലേ കാര്യമുള്ളൂ. ഈ ഓട്ടം എന്ന് പറയുന്നത് തിയേറ്ററിലാണ് ഫസ്റ്റ് നോക്കുക. പിന്നെ OTT-യിൽ ഹിറ്റാവുന്ന പടങ്ങളുണ്ട്, ഇത് തിയേറ്ററിൽ വർക്കാവാതെ ചിലപ്പോൾ OTT-യിൽ വർക്കാവും. അപ്പോൾ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ OTT-യിലുള്ള ഗുണം ആയിട്ട് ഞാൻ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വൈഡായിട്ടുള്ള ഓഡിയൻസിലേക്ക് സ്റ്റേറ്റ്, അതായത് സംസ്ഥാനങ്ങൾ വേർതിരിവില്ലാതെ എല്ലാവർക്കും കാണും. അവിടുന്ന് ബേസിക്കലി OTT-യിൽ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ നമുക്ക് വേറെ സ്ഥലത്തു നിന്നൊക്കെ ആയിരിക്കും, ബംഗാളിൽ നിന്നൊക്കെ ഇവിടെ നല്ല കിട്ടാം. അവർക്കായിരിക്കും ഭയങ്കരമായിട്ട് മെസ്സേജ് അയക്കുന്നതും ഭയങ്കര ഡീപ്പ് മെസ്സേജ് ഒക്കെ പക്ഷെ അവിടെ നിന്നൊക്കെ ആയിരിക്കും. അപ്പൊ അതൊരു ഗുണമാണ്. കാരണം അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റുകളും മറ്റേ പല സംസ്ഥാനങ്ങളിലും പോയി അഭിനയിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ എനിക്കിപ്പോൾ 3-4 റിലീസ് വരാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു ഇതുകൊണ്ടല്ലേ OTT ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അപ്പോഴും ഗുണം തിയേറ്ററിൽ പടം ഓടിയാൽ എല്ലാ ആർട്ടിസ്റ്റിന്റെയും ആഗ്രഹം തിയേറ്ററിൽ സിനിമ ഓടുക എന്നുള്ളതാണ്. അതാണ് അവരുടെ മാർക്കറ്റും അവരുടെ ബിസിനസ്സും ഒക്കെ തീരുമാനിക്കുന്നത്. OTT-യിൽ ആ സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ പെർഫോമൻസിനെ അക്ലെയിം ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മളുടെ സിനിമേനെ അവർ അപ്രിഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളൂ. അത് നമുക്ക് പൈസയായിട്ട് അല്ലെങ്കിൽ അത് നമുക്ക് ബിസിനസ് ആയിട്ട് അത് മാറില്ല. ഇല്ല. ഇപ്പം രണ്ടുപേരും അന്യഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, രണ്ടുപേരും തമിഴിൽ പോയി വിജയിച്ച സിനിമകളുടെ ഭാഗമായാണ്. ഇപ്പോൾ പലരും പറയാറുണ്ട്, മലയാളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റഹ്മാൻ സാറിന് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഈ റീസെൻ്റ്ലി ആണ് തമിഴിൽ തരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, അതായത് നടനും നടിമാർക്കും ഒക്കെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ മലയാളത്തിൽ ഒരു അത്രയും അങ്ങനെ വരുന്നില്ല എന്ന് സാർ അഭിപ്രായപ്പെടുകയുണ്ടായി. അപ്പം അങ്ങനെ തോന്നാറുണ്ടോ? മനസ്സിലായില്ല. അതായത് മലയാളത്തിൽ നമുക്ക് നടിക്കും നടനും ഒക്കെ തരുന്ന ഒരു ട്രീറ്റ്മെന്റ്സ്, പക്ഷെ തമിഴിൽ ചെല്ലുമ്പോൾ അത് ഭയങ്കരമായിട്ട് മാറുകയാണ്. റീസെൻ്റ്ലി അപ്പോൾ സാർ ഇങ്ങനെ പറയുകയുണ്ടായി ഇന്റർവ്യൂവിൻ്റെ ഇടയ്ക്ക്, അത്രത്തോളം തമിഴിലെ പോലെ ഇവിടെ അത്ര ഒരു നടന്മാരെ ട്രീറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം നിങ്ങൾ രണ്ടുപേരും തമിഴ് സിനിമയുടെ വിജയ സിനിമകളുടെയും കൂടെ ഭാഗമായവരാണ്. കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. ആ കൾച്ചറൽ ഡിഫറൻസിൽ അവരങ്ങനെയാണ് ആൾക്കാരെ കൂടുതൽ ട്രീറ്റ് ചെയ്യുന്ന വിധം. ഇപ്പം നമ്മൾ കുറേയും കൂടി ഇവിടെ ഉള്ളത് കുറച്ചുകൂടി ഈ പറയുന്ന പോലെ ഒരു സർക്കാസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി വേ ഓഫ് അപ്രോച്ച് ഒക്കെയാണ്. അവിടെ കുറച്ചുകൂടെ അവർ ഈ റെസ്പെക്ട് സാധനം എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ പറയുന്ന ഡിഫറൻസ്. അപ്പം നമുക്കൊരു റെസ്പെക്റ്റ് കിട്ടുക, നമ്മളെ ആൾക്കാർ വെല്ലായിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. അത് ഇവിടെ അത് എന്ന് വെച്ചാൽ ഇവിടെ കുറച്ചുകൂടെ നമ്മൾ ഒരു ഫാമിലി സെറ്റപ്പിലൊക്കെയാണല്ലോ നമ്മൾ ഷൂട്ട് ചെയ്യണം. അവർക്ക് നമ്മളെ കുറേ കാലമായിട്ട് അറിയായിരിക്കും. അത് പരിചയമായിട്ടാണ് നമുക്ക് അങ്ങനെയാണല്ലോ. മറ്റേ തോളത്ത് കൈയിട്ടാലാണ് നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ആ കൾച്ചറില്ല. മീൻസ് അവർ ആർട്ടിസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ല. അതിലൊരു ഡിഫറൻസ് ഉണ്ട്. സോ അത് രണ്ടും വ്യത്യാസമുണ്ട്. അതിനെ കൊണ്ടെന്ന് പറഞ്ഞാൽ ഗുണമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്കറിഞ്ഞൂടാ. ഗുണം വലിയ ഇൻഡസ്ട്രി അല്ലേ, അത് ബിഗർ ഇൻഡസ്ട്രിയാണ്. നമ്മുടെ ചെറിയ ഇൻഡസ്ട്രിയാണ്. നമുക്കിവിടെ ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. ഇൻ ദ സെൻസ് നമുക്ക് രാവിലെ ഷൂട്ട് തുടങ്ങിയാൽ രാത്രി 9:30 വരെ ഒരു കോളാണ്.
ഒരു കോൾ ഷീറ്റാണ്. രാവിലെ 7 തൊട്ട് രാത്രി 9 വരെ. ഒരു തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നോക്കുക, മലയാളത്തിൽ ഒരു 40-50 പടങ്ങൾ ഒരു വർഷം ചെയ്യുന്ന ഒരാൾക്ക് വീട്ടിൽ പോകാൻ സമയം ഉണ്ടാവില്ല. നമുക്ക് ഓണമില്ല, ക്രിസ്മസ് ഇല്ല, എല്ലാ ദിവസവും ഷൂട്ടായിരിക്കും. രാവിലെ 7 തൊട്ട് രാത്രി 9 വരെ. ഇയാൾ ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് റൂമിൽ പോവുക. സോ അവിടെ അങ്ങനെയല്ല. അവിടെ ഒരു വലിയ ഇൻഡസ്ട്രി ആയതുകൊണ്ട് അവർക്ക് അത്രയധികം ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ളതുകൊണ്ട് അവർ 100 ദിവസവും 150 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ തീർക്കുക വലിയ പടങ്ങൾ. അവർക്ക് അതുകൊണ്ട് പതിയെ 9 മണിക്ക് തുടങ്ങുകയുള്ളൂ, വൈകുന്നേരം 6 മണിയാകുമ്പോൾ പാക്കപ്പ് ആവും. അവർക്കത് ആ ഒരു പ്രശ്നം വരുന്നില്ല. നമുക്കിവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും മാക്സിമം ക്വാളിറ്റി കൊടുക്കണം. കാരണം നമുക്ക് 3-3.5 CR ആണ് ഒരു ആവറേജ് ബഡ്ജറ്റ് വരിക. അത് മാത്രമേ അതിൻ്റെ ഒരു വ്യത്യാസമുള്ളൂ. പിന്നെയും പറഞ്ഞ പോലെ 3.5 CR എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും ചെറിയ ഒരു ആക്ടറിന്റെ ശമ്പളമാണ്. ഇവിടുത്തെ ഒരു സിനിമയുടെ ഫുൾ ബഡ്ജറ്റ് ആണ്. ഒരു ആവറേജ്, ബേസിക് ഒരു ആവറേജ് പറഞ്ഞു, വലിയ പടങ്ങളല്ല. അപ്പോൾ അതൊക്കെയാണ് വ്യത്യാസം. നമ്മുടെ ഇൻഡസ്ട്രി ചെറുതാണ്, പക്ഷെ എന്നിട്ട് നമ്മൾ 250 പടം ഇവിടെ ഒരു വർഷം ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും പ്രൊഡക്ഷൻ ഉണ്ട് ഇവിടെ. അല്ല ഇപ്പം ഞാൻ പേര് പറഞ്ഞത് സീനിയർ ആക്ട്രസിനെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരി പറഞ്ഞു എന്തോരം പടങ്ങളാണ്. ഇപ്പൊ ഇതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ഒരുപാട് പടങ്ങൾ ദിവസം അറിയുന്നു, പലതും നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. അപ്പം പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു, ആ ഒരാഴ്ചയിൽ ഇത്ര പടങ്ങൾ നമുക്കത് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കാരണം ഒരുപാട് പടങ്ങൾ ഇറങ്ങുന്നു, ഒരു ആക്ട്രസ് തന്നെ പറഞ്ഞതാണ് അത്രയും. ഇല്ല, ഇപ്പോഴും നമുക്ക് ഒരുപാട് സിനിമകളിൽ പല സിനിമകളും ഇറങ്ങുന്നതും പോകുന്നതും നമ്മൾ അറിയുന്നില്ല. ബിക്കോസ് ഈ പറയുന്ന പോലെ അത്രയും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. ഈ ഒരു വെള്ളിയാഴ്ചയാണ് ആകെ ഇറക്കാനുള്ളതുള്ളൂ. ഒരു മാസത്തിൽ 4 വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഈ 4 വെള്ളിയാഴ്ചകളിൽ ഈ ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് സിനിമകൾ ഉണ്ടാവും. ഇതെല്ലാം കൂടെ ഒരുമിച്ചിറക്കുക എന്ന് പറയുന്നതല്ലാതെ, അല്ലെങ്കിൽ വലിയ സിനിമകൾ വരുമ്പോൾ കുറച്ച് അതിന്റെ സൈഡിൽ കൂടെ ചിലപ്പോൾ ഇറങ്ങി പോകുന്നവരുണ്ടാകും. കുറേ ചെറിയ സിനിമകൾ ഒരു വെള്ളിയാഴ്ച റിലീസാവുന്നുണ്ടാകും. സോ ആ വെള്ളിയാഴ്ച ഈ ജനങ്ങൾക്ക് തോന്നണം ഇന്ന സിനിമ കാണാൻ തിയേറ്ററിൽ പോകണം. ഇതൊക്കെ നമ്മളുടെ ലൈഫ് എല്ലാം ഈ പറയുന്ന ഒരു ഓഡിയൻസ് പെർസ്പെക്റ്റീവിലായിരിക്കണം. അവർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ, അവർ കാണുന്ന സിനിമകൾ, അങ്ങനെയൊക്കെ വരുമ്പം ഇവിടെ ഒരുപാട് സിനിമ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം കുറവാണ്. ഇപ്പോഴത്തെ ഒരു ഇതിൽ കഴിഞ്ഞ മാസം 2 സിനിമകളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ പുതിയതായിട്ട് വരാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലം നോക്കുമ്പോൾ നമുക്ക് വേറെ സിനിമ മാത്രമേ നമുക്കൊരു എന്റർടൈൻമെന്റ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. ഇപ്പൊ ഞാനൊരു ലേമാൻ ആണ് അല്ലേ, ഒരു ഓഡിയൻസ് ആണ്. അപ്പൊ എനിക്ക് ഓരോ സിനിമ വരുമ്പോഴും അറിയാം ഇന്നെന്നാ വരും. ഇന്ന് നമുക്ക് മറ്റു കാര്യങ്ങളുണ്ട്, യുനോ ഇഫ് നോട്ട് ദിസ് OTT അതർ തിങ്സ്. സോ ഭയങ്കര സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഒരാളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ആക്ച്വലി മാർക്കറ്റിംഗ് ഹാസ് ടു ബി എക്സ്ട്രീംലി സ്ട്രോങ്. അതെ. ഇപ്പം ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം പറയണമെങ്കിൽ നൃത്തത്തിലാണെങ്കിൽ കൂടി ചേച്ചി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മറ്റൊരാളുടെ ഡയറക്ഷനിൽ അഭിനയിക്കുക നല്ല സുഖമുണ്ട്. വിഷ്ണു പറയുണ്ടായി സിനിമ ഷൂട്ടിങ്, അതായത് ചേച്ചിയുടെ ഭാഗം തുടങ്ങുന്ന ആദ്യത്തെ 2 ദിവസം വിഷ്ണു ചേച്ചിയുടെ കണ്ണിൽ പെടാതെ മാറി നടക്കുമായിരുന്നു. അങ്ങനെയായിരുന്നോ എന്ന് പറയുന്നു? അതായത് വിഷ്ണു പറയണ് ശരിക്കും 2 ദിവസം ഞാൻ മാമിന്റെ കണ്ണിൽ പെടാതെ നടന്നു. കാരണം അത്രയും നാളത്തെ ഒരു സ്ട്രഗിൾ ആണല്ലോ വിഷ്ണുവിന്റെ ചേച്ചീനെ സിനിമയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പറഞ്ഞ കാര്യം ഈ സിനിമയുടെ ട്രെയിലർ കണ്ടുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നല്ല നല്ല കോസ്റ്റ്യൂംസ് ആണ് ചേച്ചിയുടെ, അതെല്ലാം സെലക്ഷൻ ചേച്ചി തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് അങ്ങനെ? അങ്ങനെ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസത്തിനുള്ളിൽ നമ്മൾ എന്താ പറയുക, ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല ഇത് ഫിക്സ് ചെയ്യാൻ. അപ്പോൾ പിന്നെ ഇനി ഒരാളെ വെച്ച് കൺസൾട്ട് ചെയ്ത് എൻ്റെ അപ്രൂവൽ ഞാൻ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് പോയി എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് പോയി. അങ്ങനെയാണ് ചെയ്തത്, ഈസി ആക്കി കൊടുക്കുക ഞാൻ ചെയ്തത്. ലക്ഷ്മിയിൽ എത്രത്തോളം മേതിൽ ദേവിക ഉണ്ടാവും? ആരാ ലക്ഷ്മി? ഞാൻ ആ സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. ചേച്ചിയുടെ കഥാപാത്രത്തിന്റെ പേര് ലക്ഷ്മി എന്നല്ലേ? അല്ല, ഞാൻ സംവിധായകരുടെ അനുവാദം ചോദിച്ചിരുന്നു. ലക്ഷ്മി പേര് പറഞ്ഞോട്ടെ, പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ലക്ഷ്മിയിൽ എത്ര ഞാനുണ്ടോന്നോ ആകെ അറിഞ്ഞൂടാ. അവിടെ ഇവിടെ ഒക്കെ ചിലപ്പോ കാണും. എന്താണിത് അവിടെ ഇവിടെ പറയും? ചിലപ്പം കാണും. ഞാനോന്നല്ലല്ലോ, ഒരു അങ്ങനത്തെ ഒരു സ്ത്രീയാണ് അവര്. ഫുള്ളി എനിക്ക് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം ചില കഥാപാത്രങ്ങൾ നമ്മുടെ ആത്മാംശം ഉണ്ടാവും പറയാറില്ലേ? അങ്ങനെ ഒരു അംശം അങ്ങനെ ഒരു അംശം ഒന്നും ഇല്ലാന്ന്.
എനിക്ക് തോന്നുന്നു ഇത് ഞങ്ങളുടെ സേവിയ ചേച്ചി അല്ല, ഇത് നിഖിലയുടെ അടുത്തിരുന്ന് ഈ ഇന്റർവ്യൂ അതൊന്നും എന്റെ അല്ല. ഇതൊന്നും എന്റെ അല്ല. അന്ന് നിഖിലയുടെ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് കൂടിയതാണ്. നമ്മൾ അത്ര എത്തില്ല അതല്ലേ ചേച്ചി തക്കൽ. എന്റെ ദൈവമേ ഹക്കീം പറഞ്ഞു ഹക്കീമിന് പേര് പോലും ഇല്ലാത്ത കഥാപാത്രമാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അനുവിലേക്ക് വരുമ്പോ പേരുള്ള കഥാപാത്രമാണ് അല്ലെ. കഥാപാത്രത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അതാണ് കഥാപാത്രത്തിന്റെ എന്ത് പറഞ്ഞാലും ഇതിന്റെ ഒരു കഥയുടെ സ്പോയിലറായി എന്ത് പറഞ്ഞാലും പ്രശ്നം. ഇപ്പം ആരൊക്കെ തമ്മിലാണ് പേരെന്നോ അല്ലെങ്കിൽ ആര് തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥയുടെ ഒരു മെയിൻ എലമെന്റ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പം അതതിന്റെ ഒരു ഭംഗി കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം നഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു കംപ്ലീറ്റ് പ്രണയ സിനിമയാണ്. അതെ അതെ, അത് എനിക്ക് തോന്നുന്നു അത് നിങ്ങളുടെ ടാഗ് ലൈനിലും ഉണ്ടല്ലോ അല്ലെ, കംപ്ലീറ്റ് പ്രണയ. എല്ലാവർക്കും ഓരോ പേയേഴ്സ് ഉണ്ട്, അത് നമുക്ക് ഉറപ്പിക്കാം. എന്റെ പേര് നിങ്ങൾ രണ്ടുപേരും. അപ്പൊ ഇതൊരു പുതുമയുള്ള സിനിമയാണ്. വിഷ്ണു മോഹന്റെ അനുമോഹനും ഹക്കീമും ബേറാവുന്ന ചേച്ചിയും നിഖിലയും ബേറാവുന്ന പ്രത്യേകതരം സിനിമയാണ്. അപ്പം അനു പറയുന്നത് ഇതൊരു പ്രണയ സിനിമയാണെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് അല്ലേ കഥ ഇന്ന് വരെ. ഇതിനകത്ത് ഏറ്റവും നമ്മളെ എല്ലാവരെയും, അതായത് ഞങ്ങളെ എല്ലാവരും എക്സൈറ്റ് ചെയ്യിക്കുന്ന ഫാക്ടറാണ് ചേച്ചിയുടെ അഭിനയം കാണാൻ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യണം. അങ്ങനെയൊന്നും വലിയ സംഭവങ്ങളൊന്നും അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അല്ലേ അല്ലേ നിഖില? കാരണം നമ്മള് ഇതുവരെ കാണാത്ത ഒരാൾ ഇത്രയും നാള്, പ്രത്യേകിച്ച് നമ്മളെ പോലെ ഡാൻസ് ഇഷ്ടപ്പെടുന്ന, ഡാൻസ് കളിക്കുന്ന എല്ലാവർക്കും ആരാധനയോടെ കാണുന്ന ആളാണ് ചേച്ചി. അപ്പൊ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് അത് ഇന്ന് വരെ കാണാൻ വരണം? പറ ചേച്ചി, പറ. ചേച്ചി ഉള്ളതുകൊണ്ട്, ഞാനുള്ളതുകൊണ്ട്. ഭയങ്കര എളിമ. അതെ, ഇത്ര എളിമയുള്ളൊരു നായിക കിട്ടൂല. പറയ ഹക്കീം. പടം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളോട് പറയാൻ പറഞ്ഞു, ഞാൻ പറയാം. ഓഹോ, പറയാതെങ്കിലും പറയും. പടം എന്തായാലും മോശമാവില്ല. പർപ്പസ്ഫുള്ളി ആരെങ്കിലും മോശം പറഞ്ഞാലേ ഉള്ളൂ. അതാണ് നിങ്ങളോട് പറയാൻ വിഷ്ണു മോഹൻ പറഞ്ഞു. അല്ലല്ല, ഞാൻ പടം കണ്ടിട്ടില്ല. അതും പറഞ്ഞു വിഷ്ണു, പടം ഞാൻ ആരെയും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ കഥ അറിയാലോ, നല്ല നല്ല പടം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 20 ഇറങ്ങുകയാണ്. അപ്പൊ പോയി കാണുക എന്ന് എനിക്കിപ്പോ പറയാൻ പറ്റും. സെപ്റ്റംബർ 20 വരെ തിയേറ്റർ. വീട്ടിലിരിക്കുന്ന എന്തൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ. അതായത് ഈ ഇന്റർവ്യൂ കാണുന്ന എല്ലാവരും സെപ്റ്റംബർ 20 ആലോചിച്ച് തിയേറ്ററിൽ പോയി കാണണം. അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.